നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ആരോഗ്യം, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ മേഖലകൾ വരുന്നുവോ അതിനെയൊക്കെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമ്മുടെ പൊസിഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അല്ലെ, ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് എവിടെ നിൽക്കുന്നുവോ അതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഒരുപാട് ശീലങ്ങളുടെ ഭാഗമാണ് ഇന്ന് നിന്റെ ആരോഗ്യം. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ? അതൊരിക്കലും ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല. ഒരുപാട് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് എപ്പോഴും തകർന്നു കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു അനലൈസിങ് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് പൊസിഷൻസ് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് തീരുമാനിക്കുന്നത്. മനുഷ്യൻ എപ്പോഴും ഒരു ശീലങ്ങളുടെ മേൽ ജീവിക്കുന്ന ആളാണ്. ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, അത് നമ്മളോട് ആരും പറയുന്നതല്ല. നമ്മൾ അത് ഒരുപാട് കാലം ശീലിച്ചപ്പോൾ നമുക്കതെന്തായി, നമ്മുടെ ഒരു ശീലമായി മാറി. അത് ആദ്യമൊക്കെ അതൊരു ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു, പിന്നീട് അത് നമുക്കൊരു ശീലമായി, അതൊരു പ്രശ്നമില്ലാതെയായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങൾ പുതിയതായിട്ട് തുടങ്ങണം. ഇന്ന് നിങ്ങൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ നമുക്ക് നല്ല ശീലങ്ങൾ ഇല്ലാത്തതാണ്. നമ്മൾ ഒരുപാട് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെ, ഒരുപാട് സമയങ്ങൾ. അതൊക്കെ ആ സമയത്ത് നമുക്ക് നല്ല ശീലങ്ങളില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക? പുതിയ ശീലങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതെങ്ങനെ മാറ്റിമറിക്കാം? ഇക്കിഗായി എന്ന ബുക്കിലെ ജപ്പാനീസ് ടെക്നിക്ക് അഥവാ വിജയരഹസ്യങ്ങൾ പറയുന്ന ഒരു ബുക്കിലുണ്ട്, 21 ദിവസം നിങ്ങൾക്കൊരു ശീലം പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 21 ദിവസമെങ്കിലും നിങ്ങൾ അതിനെ പരിശീലിക്കണം. അത്രക്ക് പവർ ഉണ്ട്. ഒരു ശീലം നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതൊരു ഭയങ്കര പണിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു റോഡ് കാണുന്നില്ലേ? ഇന്ന് കാണുന്ന റോഡുകളെല്ലാം ഒരു സമയത്ത് കാടായിരുന്നു, വലിയ കാടുകളായിരുന്നു ഉണ്ടായത്. അവിടെ ഏതോ ഒരാൾക്ക് പോകണമെന്ന് തോന്നി, അന്ന് ആ ദിവസം അയാൾ അതിലെ നടന്നു. അങ്ങനെ ആ ദിവസം കുറച്ച് കാടുകളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അതിലൂടെ അയാൾ പോയി. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാടുകൾ മാറ്റി 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 അത് ജസ്റ്റ് ഒരു വഴിയായി, അല്ലെ, അതൊരു വഴിയായി. പിന്നീട് ആർക്ക് തോന്നി ഇത് കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ അത് മെല്ലെ മെല്ലെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന് അവസാനം ഒരു സമയത്ത് അതിന്റെ ആ വഴിയുടെ അഥവാ കാടിന്റെയും ഇന്ന് കാണുന്ന ഒരു പുതിയ റോഡിന്റെയും സമയത്ത് ഒരുപാട് പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുന്ന് അവിടെ വരെ എത്തുക എന്നുള്ളത് ഒരുപാട് പണിയുള്ള കാര്യമാണ്. അതേപോലെയാണ് നമ്മളുടെ ബ്രെയിനിലും ഒരു പാത്വേ സൃഷ്ടിക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഒരു പണികളുണ്ട്. ചെറിയ പണിയൊന്നുമല്ല, ഭയങ്കര പണിയാണ്. ഒരു ശീലം നമുക്ക് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പണികളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണം. അഥവാ നമ്മൾ മിനിമം 21 ദിവസമെങ്കിലും ഒരു സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആദ്യത്തെ 7 ദിവസം അത് ഭയങ്കര കഠിനമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള പ്രോസസ്സിങ്, രാവിലെ നടക്കാൻ പോവുക എന്നുള്ള പ്രോസസ്സിങ്, അതൊക്കെ ഭയങ്കര കഠിനമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പിന്നെ വീണ്ടും ഉറങ്ങാനൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കതിലുണ്ടാവും. അഥവാ നമ്മൾ ആദ്യത്തെ കാട് വായിക്കില്ലേ, അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടാവും. പിന്നീട് അടുത്ത 7 ദിവസമാണ് നമുക്കത് ഒരു ശീലമായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഓക്കെ ഇത് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമുക്ക് തോന്നുക. പിന്നീടുള്ളതാണ് നമ്മൾ അതൊരു ശീലമായിട്ട് മാറുക. അടുത്ത 7 ദിവസം കൊണ്ടാണ് അതൊരു ശീലമായിട്ട് മാറുക. എന്നിട്ടും അത് കൃത്യമായിട്ട് 90 ദിവസമെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്താലേ നമ്മുടെ ഡേ ലൈഫ് മുഴുവൻ അത് കൃത്യമായിട്ട് ഒരു പ്രതിസന്ധിയും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ അത് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങൾ, പുതിയ ശീലങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പരാജയപ്പെടും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇന്ന് നിൽക്കുന്ന പൊസിഷൻസ് ഒക്കെ നിങ്ങളുടെ പഴയ മോശമായ ശീലങ്ങൾ കാരണമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഇന്ന് ചെയ്ത പല കാര്യങ്ങളും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആവും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സ്ഥിതിയിലേക്ക് വന്നത്. കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, അനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ
ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പുതിയ പുതിയ ശീലങ്ങളായിരിക്കണം. നമ്മൾ ഇന്ന് പല്ല് തേക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ അതൊരു ശീലമായിട്ട് നമ്മുടെ ലൈഫിൽ മാറണം. എങ്കിലേ നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ ഇതെന്നും നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നുവോ അതിനേക്കാൾ ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പഴയ പൊസിഷനേക്കാൾ അതിനേക്കാൾ ബാക്കിലായിരിക്കും നമ്മൾ നിൽക്കുക. കാരണം ഒരിക്കലും ഒരു നല്ല സാധനം ഉണ്ടാവണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം, എങ്കിലേ അതുണ്ടാവും. അല്ലെങ്കിൽ അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈ നാച്ചുറൽ പ്രോസസ്സിങ്ങിന് തന്നെ ഒരു ലോ ഉണ്ട്, ഒരു നിയമം. ആ നിയമം എന്താ അറിയോ? ഒരു സാധനം ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ്, പക്ഷെ നശിക്കാൻ ഒരു പണിയില്ല. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഭൂമി, ആ ഭൂമി എടുത്തിട്ട് അവിടെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്ലാൻ ചെയ്യുന്നില്ല, അതിനെ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല, നട്ടു വളർത്തുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഒരു വർഷം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ അവിടെ വളർന്നിട്ടുണ്ടാവും. അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവില്ല, വളമിട്ടിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷെ അവിടെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ അവിടെ വളർന്നിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്കുള്ളിലും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ, നമ്മൾ വരെ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളിലേക്കും മോശമായ സ്ഥിതിയിലേക്കും ചാടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് കൃഷിഭൂമി അഥവാ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് അതിനെ വെള്ളം ഒഴിച്ച് വളം ചെയ്ത് എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇന്ന് നിൽക്കുന്ന പൊസിഷനേക്കാൾ ഒരു 100 മടങ്ങ് പിന്നിലേക്കായിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ശീലങ്ങളെയാണ്. ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതമായിരുന്നു, അഥവാ നിങ്ങളുടെ ശീലങ്ങളായിരുന്നു. ശീലങ്ങൾ അതിങ്ങനെ ആഡ് ചെയ്ത് വരികയായിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക. പഴയ ശീലങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് മുമ്പ്, അതോ പഴയ ശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഒന്ന് ഇമ്പോർട്ടൻസ്. അത് ഒഴിവാക്കിയിട്ട് പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും റീൽസോ ഷോർട്സോ അങ്ങനെയുള്ള സ്ക്രോളിങ്ങിലായിരിക്കും നിങ്ങൾ ചെലവഴിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ പുതിയൊരു ശീലം എങ്ങനെ തുടങ്ങാം, ഈ സമയത്ത് എനിക്ക് വായിച്ചാൽ എന്താണ്, അങ്ങനെയുള്ള ആ പഴയ മോശമായ ശീലത്തിന് പകരം പുതിയൊരു ശീലം നിങ്ങൾ ആഡ് ചെയ്യണം. അതാണ് ലൈഫിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ തുടങ്ങേണ്ടത്, ഒരു ശീലം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് 21 ദിവസമെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യണം. എങ്കിലും മിനിമം നിങ്ങളുടെ ലൈഫിൽ അതൊരു ശീലമായിട്ട് മാറുകയുള്ളൂ. ഒരു വിത്തിട്ട് അതൊരിക്കലും പെട്ടെന്നാവില്ല, അതിനൊരുപാട് സമയമെടുക്കും. നമ്മൾ ഇന്നിട്ട് നാളെ റിസൾട്ട് വേണമെന്നുള്ള ഒരു പ്രായോഗിക ചിന്തയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നവും. അവർക്കൊക്കെ ഇന്നൊരു കോഴ്സിൽ ചേർന്നാൽ നാളെ വിജയിക്കണം, പിറ്റേത് ജോലി കിട്ടണം എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ഒരിക്കലും ഒരാൾക്കും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ആവണോ, ടൈം, ഒരുപാട് സമയമെടുക്കും, ക്ഷമ വേണം, ക്ഷമിച്ചു നിൽക്കണം. അതേപോലെ നമ്മുടെ ശീലങ്ങളെ ഒരുപാട് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.